السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. സൂറത്തു القصص 14. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما بلغ أشده واستوى آتيناه حكما وعلما وكذلك نجزي المحسنين. ودخل المدينة على حين غفلة من أهلها فوجد فيها رجلين يقتتلان هذا من شيعته هذا من شيعته وهذا من عدوه فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل مبين. قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. قال رب بما أنعمت علي فلن أكون ظهيرا للمجرمين. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെ അതിൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തുടക്കത്തിൽ ഫിറഔനും ഹാമാനുമെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ശത്രുക്കളായിരുന്നെന്നും അവർ വലിയ പ്രഗത്ഭരും രാജാക്കളും സമ്പന്നന്മാരുമൊക്കെയായിരുന്നു എന്നും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം അവിടുത്തെ അടിമകളായിരുന്നുവെന്നുമുള്ള സൂചനയോടുകൂടിയാണ് ആയത്ത് നമ്മൾ തുടങ്ങിയത്. എന്നാൽ അടിമകളായിരുന്ന ദുർബല വിഭാഗം അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിച്ചപ്പോൾ എല്ലാ അധികാരികളെയും ശക്തന്മാരെയും കവച്ചു വെച്ച് അവർ ആ രാജ്യത്തിൻ്റെ അധിപന്മാരായി മാറി എന്ന സന്ദേശം അള്ളാഹു രണ്ടാമതായി നൽകിയിട്ടുണ്ട്. നമുക്കുള്ള പാഠങ്ങൾ അതൊക്കെ തന്നെയാണ്. ഫിർഔനിൻ്റെ അധികാര കേന്ദ്രം വിശ്വാസികൾക്ക് തിരിച്ചു കിട്ടിയത് അള്ളാഹുവിൻ്റെ സഹായമാണ്. അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ മനുഷ്യർക്കുണ്ടായിരുന്നത് അവരുടെ സമ്പത്തോ ശക്തിയോ പാരമ്പര്യമോ അല്ല, അവരുടെ ഈമാനാണ്. അപ്പോൾ ഈമാനുണ്ടെങ്കിൽ നമുക്ക് ഏത് മഹാശക്തിയേക്കാളെക്കാളും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും എന്ന ഗുണപാഠമാണ് സൂറത്തിൻ്റെ തുടക്കത്തിൽ കൂടി നമുക്ക് കിട്ടിയത്. പിന്നീട് അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെ ലഭിക്കും, അത് ഏത് വഴിക്കാണ്, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ്, അത് നമ്മൾ നോക്കേണ്ടതില്ല. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്ത് ഈജിപ്തിൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന് അവിടുത്തെ ഭരണാധികാരിയായ ഫിറഔൻ ഉത്തരവിട്ടിട്ട് പോലും ആ കുട്ടി അവിടെ ജനിച്ചു വളർന്നു എന്ന് മാത്രമല്ല, ആ ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ
ആ കുട്ടി വളർന്നു എന്നതാണ് അള്ളാഹു ചെയ്ത വലിയൊരു സഹായം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവനതിന് കഴിയും. അതാണല്ലോ കൊല്ലാൻ ഉത്തരവിട്ട ഒരു രാജ്യത്തിൽ അദ്ദേഹത്തെ ആ ഭരണാധികാരിയുടെ നാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്നു. ആ കുട്ടിയെ യാദൃശ്ചികമായി ആരും അറിയാതെ ഫിറഔനിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. എന്നിട്ട് ഫിറഔനിൻ്റെ ഭാര്യ ആ കുട്ടിയെ വളർത്തുന്നു. ഫിറഔനിൻ്റെ കൊട്ടാരത്തിലെ രാജ്ഞി കുട്ടിയെ വളർത്തുന്നു. ആ ഫിറഔനിൻ്റെയും കൊട്ടാരത്തിൻ്റെയും ചെലവിൽ ആ കുട്ടിയെ ഉമ്മ തന്നെ കുട്ടിക്ക് മുല കൊടുക്കുന്നു. അങ്ങനെ ദുർബല വിഭാഗങ്ങൾക്ക് ശക്തന്മാരായ ആളുകൾ പണം കൊടുത്ത് ദുർബല വിഭാഗത്തിലെ ഒരു കുഞ്ഞിനെ അല്ലാഹു തആല കൊട്ടാരത്തിൽ വളർത്തി ആ പ്രവാചകനാക്കി മാറ്റുന്നു. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ടെന്നാണ് ഇതിൽ കൂടിയൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. കുട്ടിക്ക് മുല കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങൾ, ആരുടെയും മുലപ്പാൽ കുടിക്കാൻ സമ്മതിക്കാതെ വിസമ്മതിക്കുന്ന കുഞ്ഞ്, എന്നിട്ട് അവസാനം ഏതോ കൊട്ടാരത്തിൽ വന്ന് ഒരു പെണ്ണ് ഇങ്ങനെ ഒരു തള്ള, കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റിയ തള്ളയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയെ സൂചിപ്പിച്ചു കൊടുക്കുന്നു. ആ ഉമ്മയെ കൊണ്ടുവന്ന് മുല കൊടുത്തപ്പോൾ കുട്ടി കുടിക്കുന്നു. അത് മൂസാ നബിയുടെ ഉമ്മയാണെന്ന് രാജ്യത്താരും ആ കൊട്ടാരവാസികളോ ഭരണാധികാരികളോ രാജാവോ അറിയുന്നില്ല. അങ്ങനെ മൂസാ നബിക്ക് മുല കൊടുക്കാൻ മൂസാ നബിയുടെ ഉമ്മക്ക് തന്നെ കൂലി കൊടുത്തുകൊണ്ട് ഏൽപ്പിക്കുന്ന തരത്തിൽ അല്ലാഹു തആല ഭരണവർഗത്തെ തരം താഴ്ത്തുകയും അവരുടെ ശത്രുവായി വരാൻ പോകുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല വളർത്തിക്കൊണ്ട് വരികയും ചെയ്തു എന്നത് അള്ളാഹുവിൻ്റെ കഴിവും, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു വിചാരിച്ചാൽ എന്തുമുണ്ടാവും. അങ്ങനെ നമ്മളെപ്പറ്റി അള്ളാഹു ആ നന്മ വിചാരിച്ച് കിട്ടാൻ നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന സന്ദേശമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചത്. എന്നിട്ട് ഇനി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രായപൂർത്തി എത്തിയ കാലമാണ്. കൊട്ടാരത്തിൽ വളർന്നു വലുതായിട്ട് വലമ്മ ബലഗ അശുദ്ധവും, അവന് മൂപ്പെത്തിയപ്പോൾ, അശുദ്ധ എന്ന് പറഞ്ഞാൽ മൂപ്പ്, അതായത് കുട്ടി മൂപ്പെത്തി എന്ന് പറഞ്ഞാൽ വലുതായി. അപ്പോൾ വലുതാകുന്നത് വരെയുള്ള മുലകുടിയുടെ കാര്യമാണ് തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞത്. പിന്നെ ആ മുലകുടിച്ച് പിന്നെ കുട്ടിയുടെ ആ ശൈശവപ്രായം, പിന്നെ ആ കുട്ടിത്വം, പിന്നീട് യുവാവാകുന്ന കാലം വരെയുള്ള മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ആ കൊട്ടാരത്തിലെ സഹവാസങ്ങളൊന്നും ആരും അറിയുന്നില്ല, ചരിത്രത്തിലില്ല. എന്നാൽ ആ കൊട്ടാരത്തിനോട് മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കലും രാജിയായിരുന്നില്ലെന്നും കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ അദ്ദേഹം മതിമറന്നിട്ടില്ലെന്നും അദ്ദേഹം എന്നും നന്മയുടെ പക്ഷത്തായിരുന്നു എന്നും നമുക്ക് അനുമാനിക്കാം. താഴെ വരുന്ന സംഭവങ്ങൾ വായിച്ചു നോക്കിയാൽ ഇത്ര കാലം അശുദ്ധ് എത്ര കാലമായിരുന്നു എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 30 കൊല്ലമാണ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിനാണ് അശുദ്ധ് എന്ന് സാധാരണ അറബി ഭാഷയിൽ പറയാം. 18 റുഷ്ദ് എന്നുണ്ട്, അതായത് വിവേകം എന്ന്, ആ കുട്ടിത്വം വിട്ടിട്ടുള്ള ഒരു വിവേക കാലഘട്ടം എന്നുള്ളതിനും പറയും അശുദ്ധ്. സൂറത്തു അഹ്ഖാഫിലുണ്ട് ഫലമ്മ ബലഗ അശുദ്ധഹു വ ബലഗ 40 സന, മൂപ്പെത്തി 40 വയസ്സായി. അപ്പോൾ അശുദ്ധ് ഒരു 40 വയസ്സ്. അങ്ങനെയാണ് പ്രവാചകന്മാർക്ക് വഹി കൊടുത്തത്. മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു വഹി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നു. അപ്പം ഇനി താഴെ വരാൻ പോകുന്ന മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ ഒരു ചെറിയ അടി ഉണ്ടാക്കുന്നുണ്ട്, ഒരു കലഹം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇനി ആയത്ത് വരുന്നത്. ഈ കലഹമുണ്ടാക്കിയ കാലം മൂസാ നബിയുടെ ഏകദേശം ഒരു 30 വയസ്സ് കാലമാവാനാണ് സാധ്യത. കാരണം അവിടുന്ന് കലഹമുണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തെ ഭരണാധികാരികൾ, അദ്ദേഹം ഖിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നു എന്ന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് പ്രതികാരം ചോദിക്കാനൊക്കെ
ഈ ഫിറഔൻ്റെ ആളുകൾ തയ്യാറായി നിന്നപ്പോൾ അദ്ദേഹത്തിനോട് ഫിറഔൻ്റെ കൊട്ടാരത്തിൽപ്പെട്ട ഒരു വിശ്വാസിയായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, മൂസാ നബി എന്ന പ്രവാചകനായിട്ടില്ല, പിന്നെ എങ്ങനെ അദ്ദേഹം വിശ്വാസിയായിരുന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാവാം. അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ, അതല്ല മൂസാ നബിയുടെ പിന്നെ ഈ ഒരു 30 കൊല്ലത്തിൻ്റെ ഇടയിൽ മൂസാ നബി അലൈഹി സ്വലാം ഇപ്പോൾ കുട്ടിയെ പിന്നെ പെട്ടിയിലിടാനൊക്കെ അള്ളാഹു താല മൂസാ നബിൻ്റെ ഉമ്മാക്ക് ബോധം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഫിറഔനിൻ്റെ ദുർഭരണത്തിനോടുള്ള വെറുപ്പും ഒരു നല്ല നന്മയോടുള്ള പ്രതിപത്തിയും അവർക്കൊക്കെ ബനൂ ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആ കാലഘട്ടം മുതൽ തുടർന്ന് വന്ന ഒരു നന്മയും വിശ്വാസവും നല്ല വിശ്വാസവും അവിടെ ഉണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാമയുടെ ദഅവത്തേറ്റ് വന്ന് വടിയിട്ട് പാമ്പ് അങ്ങനെ വന്നപ്പോൾ ഫിറഔൻ മൂസാ നബിയെ വെല്ലുവിളിക്കുകയും ഇസ്രായേലരെയാണ് സാഹിര്യങ്ങളായിട്ട് ഫിറൗന് കൊണ്ടുവരുന്നത്. കയറിട്ടിട്ട് മൂസാ നബിയുടെ വടി പോലെ പാമ്പുകളാക്കി മാറ്റുന്ന ആ സിഹർ കൊണ്ടുവരുന്നത് ആ സാഹിറന്മാർ ഇസ്രായേലരെയാണ്. ഇസ്രായേലർ പെട്ടെന്ന് മൂസാ നബിയുടെ കയ്യിലുള്ള വടി അവരുടെ പാമ്പുകളെയൊക്കെ പിടിച്ചു തിന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്. കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ ആ സാഹിര്യങ്ങളായി ഫിറഔനിൻ്റെ പണിക്കാരായി വന്ന ആളുകൾ പെട്ടെന്നൊരു മുഅ്ജിസത്ത് കണ്ടപ്പോൾ വിശ്വസിക്കണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈമാനിനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ 30 വയസ്സുകാലം വരെ മൂസാ നബി ആ കൊട്ടാരത്തിൽ യുവത്വം കാലത്ത് വളർന്നു എന്നും പിന്നീട് അവിടുന്ന് ഒളിച്ചോടി മദിയനിലെത്തി ഷുഐബ് നബി അലൈഹി സ്വലാം എന്ന സാലിഹായ ഒരു മനുഷ്യൻ, ഷുഐബ് നബി അലൈഹി സ്വലാം എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത് അധിക പേരും, ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വീട്ടിൽ പോയി അവിടെ 10 കൊല്ലം അവിടെ താമസിച്ച് തിരിച്ച് പ്രവാചകനായി വരുന്നത് ഈജിപ്തിലേക്ക് വന്നപ്പോൾ 30, 10, 40 അങ്ങനെ 40-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് ദഅവത്ത് കിട്ടിയത് എന്നൊക്കെ ഖുർആനിൻ്റെ വരികൾക്കിടയിൽ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇത്രാം വയസ്സിൽ മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് ഒളിച്ചോടിയതൊന്നും പറഞ്ഞിട്ടില്ല. ഏതാ? അല്ലല്ല, അതൊക്കെ അതിൻ്റെ ശേഷമല്ലേ വരിക. മൂസാ നബി പ്രബോധകനായതിൻ്റെ ശേഷമാണല്ലോ ആ സംഭവങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വരുള്ളൂ. അതിന് മുമ്പ് പ്രബോധനം നടത്തിയതായിട്ടൊന്നും കാണുന്നില്ല. അതാണ്, നിങ്ങളെക്കാളും അറിവുള്ള ആളാരാണ് എന്ന് ഇസ്രായേലിയർ ചോദിച്ചപ്പോൾ ആരാണ് ഭൂമിയിൽ ഏറ്റവും അധികം അറിവുള്ള ആൾ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് എന്ന് പറയുന്നുണ്ട്. ആ ഞാനാണെന്ന് പറയാൻ മൂസാ നബിക്ക് പറയാൻ ഈ ഫിറഔൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രവാചകൻ അതിൻ്റെ ശേഷം തന്നെ ആയിരിക്കണം. ഏതായിരുന്നാലും അത് അത്രയൊന്നും കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ആ ചരിത്രം അപ്പം മിഡിൽ ഈസ്റ്റിൻ്റെ മാപ്പ് എടുത്ത് വെച്ച് നോട്ട് ഈജിപ്തിൽ നിന്ന് ഈ മനുഷ്യൻ മദിയനിൽ എങ്ങനെ എത്തിയത്? ഈജിപ്തിൽ നിന്ന് അദ്ദേഹം മദിയനിലെത്തണമെങ്കിൽ ഇന്ന് ഈജിപ്ത് എന്ന് പറയുന്ന ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഈ സൂയസ് കനാൽ നിലനിന്നിരുന്ന, അന്ന് അവിടെ കരയായിരുന്നു, സൂയസ് കനാലിൻ്റെ ഭാഗത്തു കൂടി മാപ്പെടുത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. പിന്നെ അപ്പം ജെറൂസലം ആ ഭാഗങ്ങളിൽ കൂടി ജോർഡാൻ വഴി തിരിഞ്ഞ് അഖബ ഉൾക്കടലിൻ്റെയും അപ്പുറത്തു കൂടി ഇങ്ങനെ വേണം മദിയനിലെത്താൻ. ഒരു യു എഴുതിയ മതി. ഈജിപ്തിൽ നിന്ന് ഇങ്ങനെയാണ് അദ്ദേഹം മദിയനിലെത്തുന്നത്. പിന്നെ ആ മദിയനിൽ നിന്നാണ് അവിടുന്ന് പിന്നെ ഈജിപ്തിലെ തൂരിസീന പർവ്വതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിങ്ങണ്ട് തന്നെ പോവുകയാണ്. എന്നിട്ട് തൂരിസീന പർവ്വതത്തിൽ നിന്ന് വഹി കിട്ടിയിട്ട് പിന്നെ അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, എന്നിട്ട് പിന്നെ ആ ഈജിപ്തിൽ നിന്ന് അഖബ ഭാഗത്തു കൂടി വീണ്ടും സീനാ മരുഭൂമിയിലേക്ക് ഇങ്ങോട്ട് കടക്കുന്നുണ്ട്. അപ്പോൾ
ഒരു വല്ലാത്ത നമ്മൾ ശരിക്കും ഒരു മാപ്പ് എടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈജിപ്തിൽ നിന്ന് മദിയനിലേക്കുള്ള യാത്ര കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇന്നൊക്കെ വിമാനത്തിലോ എത്ര മണിക്കൂറുകളിലിരുന്നാൽ എത്തുന്ന സ്ഥലമാണ് അദ്ദേഹം നടന്നു പോയി അവസാനം ശുഐബ് നബിയുടെ വീട്ടിലെത്തുന്നത്. അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഭൂമി അള്ളാഹ് ചുരുട്ടി കൊടുത്ത മാതിരിയാണ്. നമുക്ക് ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് അല്ല ഇവിടുന്ന് പള്ളിക്കന്ന് കുന്നിൻ്റെ അവിടേക്ക് ഒന്നാണ് പോകണമെങ്കിൽ നമുക്കൊരു ഓട്ടോറിക്ഷ വണ്ടിയോ വേണം, വിളിച്ചിരുത്തി പോകണം. പക്ഷെ അവരൊക്കെ പോയ എത്ര ദൂരമാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇനി പറയുന്നത്. വലമ്മ ബലഗ അശുദ്ധഹു, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അശുദ്ധ് എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായും ബുദ്ധിപരമായുമുള്ള പക്വത എത്തിയപ്പോൾ, വസ്തവ അദ്ദേഹം ഒരു പൂർണ്ണനായി നിൽക്കും. ഇസ്തവ എന്ന് പറഞ്ഞാൽ സമമായി എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണത വരുകയും ചെയ്തപ്പോൾ, ഇസ്തവ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പൂർണ്ണത വന്നു, അദ്ദേഹത്തിൻ്റെ പൂർണ്ണത വരുകയും ചെയ്തപ്പോൾ ആതീനാഹു ഹുക്മ, അദ്ദേഹത്തിന് നാം തത്വജ്ഞാനം നൽകി, വ ഇൽമ അറിവും നൽകി. ഹുക്കുമും ഇൽമും എന്ന് പറഞ്ഞാൽ ദീനിനെ പറ്റിയും ജനങ്ങൾക്കിടയിലുള്ള വിധികർത്തൃത്വത്തിനെ പറ്റിയുമുള്ള ആ തത്വങ്ങളും ജ്ഞാനങ്ങളും പിന്നെ പൊതുവായ അറിവുകളും എല്ലാം നൽകി. മൂസാ നബിക്ക് അല്ലാഹു ഇൽമും ഹുക്കുമും നൽകി. പിന്നെ ആ ഇൽമിനേക്കാളും വലിയ ഇൽമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഖദിർ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന് അല്ലാഹു തആല പോകാൻ പറയുന്നത്. അപ്പോൾ ആതീനാഹു ഹുക്മം വ ഇൽമ, അദ്ദേഹത്തിന് തത്വജ്ഞാനവും അറിവും നാം നൽകി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം പ്രതിഫലം നൽകും അൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും. അപ്പോൾ ഈ മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് തന്നെ മുഹ്സിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുഹ്സിനായിരുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടികളുടെ ആടിനെ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്തതൊക്കെ അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവാചകത്വം കിട്ടിയിട്ടില്ലെങ്കിലും മുമ്പുള്ള പ്രവാചകന്മാരുടെ ആ ദഅവത്ത് റിസാലത്തിൻ്റെ ദൗത്യത്തിൻ്റെ ചില ഇഹ്സാനുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി കാണണം. അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് അല്ലാഹു തആല ആ ബോധം നൽകിയപ്പോഴൊക്കെ ആ ഒരു ഇഹ്സാനിൻ്റെ അംശം മൂസാ കുടുംബത്തിനുണ്ട്. അതാണ് വകദാലിക നജ്സിൽ, നാം ഹുക്മും ഇൽമും എന്ന് പറയുന്നത് നുബുവത്താണ്. ആ നുബുവത്തും റിസാലത്തുമാണ്. ആ നുബുവത്തും റിസാലത്തും നൽകിയിട്ട് പറയുന്നത് എന്താ? അങ്ങനെയാണ് നന്മ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത്. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അപ്പം നന്മ ചെയ്ത് ജീവിച്ച ആളായത് കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ആ ഒരു അവസ്ഥ നൽകിയത്. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അപ്പോൾ ഇത് മൂസാ നബിയുടെ ആ മുലകുടി പെട്ടിയിലിട്ട് വെള്ളത്തിൽ ഇട്ട് കുട്ടിക്കാലം, എന്നിട്ട് പിന്നെ ശൈശവകാലം, മുലകുടിക്കുന്ന കാലഘട്ടമൊക്കെ ഇങ്ങനെ പറഞ്ഞ്, എന്നിട്ട് മൂസാ നബിയുടെ ഒരു അതിർത്തി വരെ എത്തുകയാണ് ഈ ആയത്തോടു കൂടി. അതായത് പക്വത വന്നപ്പോൾ അങ്ങനെയുള്ള കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലൊഴുക്കിയ കുട്ടിയെ കൊട്ടാരത്തിൽ മുല കൊടുത്ത് വളർത്തി നാം പ്രവാചകനാക്കി മാറ്റി. ഇനി തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ആ പ്രവാചകനാക്കി മാറ്റുന്നതിൻ്റെ മുമ്പുള്ള ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അതെന്താ? വദഖലൽ മദീനത അലാ ഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹാ. വദഖലൽ മദീനത, അദ്ദേഹം പട്ടണത്തിൽ കയറി ചെന്നു. മദീനത്ത് എന്ന് പറഞ്ഞാൽ പട്ടണം. അവിടെ ഏത് പട്ടണ? അത് ഈജിപ്തിലെ പട്ടണമാണ്. അപ്പം ഈജിപ്തിലെ പട്ടണം എന്ന് പറഞ്ഞാൽ അന്നത്തെ മരുഭൂവാസികളാണല്ലോ. ഈജിപ്തൻ ആഫ്രിക്കൻ മരുഭൂമി പോലുള്ള ഒരു മരുഭൂമിയാണ് ഈജിപ്ത്. നൈൽ നദിയുടെ സാന്നിധ്യം കൊണ്ട് പച്ചപ്പുണ്ടെന്നതൊഴിച്ചാൽ ബാക്കിയൊക്കെ വിശാലമായി കിടക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. അപ്പോൾ ആ ഈജിപ്തിൽ ആളുകൾ കൂടുന്ന ഒരു പ്രദേശം, അതാണ് പട്ടണം. മദീനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ കൂടുന്ന ആ പട്ടണത്തിലേക്ക് അദ്ദേഹം കയറി ചെന്നു. അലാ ഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹാ, ആ പട്ടണവാസികൾ അശ്രദ്ധരായി നിൽക്കുന്ന ഒരു സമയത്ത്, പട്ടണവാസികൾ സജീവരാവാതെ
അശ്രദ്ധമായി എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ വേണ്ടത്ര സാന്നിധ്യമില്ലാതെ അശ്രദ്ധമായ ഒരു നേരത്ത്. മുഫസ്സിറുകൾ പറയുന്നത് ഒന്നുകിൽ പിന്നെ ഉച്ച നേരത്ത് അവർ വിശ്രമിക്കാൻ വേണ്ടി എല്ലാവരും പട്ടണത്തിൽ നിന്ന് പോയി വിശ്രമിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ദൽ ലഹീറ, ലഹീറത്തിൻ്റെ നേരത്ത്. അവരെ മരുഭൂവാസികൾ ഏത് കാലത്തും അന്നും ഇന്നും ഉച്ച നേരത്തെ വെയിൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റി വെയിൽ തണുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം അവർ പുറത്തിറങ്ങി നടക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ AC ഉള്ള കൊട്ടാര വണ്ടി സമാനമായ വണ്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് ഏത് ഉച്ച നേരത്തും അവിടെ മരുഭൂമിയിലെ റോഡുകൾ നിറഞ്ഞിരിക്കുമെന്നത് ഇന്നത്തെ ഒരു സാഹചര്യമാണ്. അന്നതല്ലല്ലോ. അന്ന് മണലിൽ കൂടി നടക്കുന്ന മരുഭൂമിയിലുള്ള മരുഭൂവാസികളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് അവർ പുറത്തിറങ്ങുകയില്ല. അത് ഇന്നും മരുഭൂമിയിൽ അപരിഷ്കൃതമായി ജീവിക്കുന്ന എല്ലാ മരുഭൂമിയിലും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത മരുഭൂമിയിലെ ഒരു പ്രത്യേകതയാണ്. അവർ ഉച്ച സമയത്ത് അവർ വിശ്രമത്തിലായിരിക്കും. അതായിരിക്കും അല അഹീനി ഗഫുലത്തിൻ മിൻ അഹ്ലിയ, അഹ്ലിഹ എന്ന് പറഞ്ഞാൽ പട്ടണവാസികൾ അശ്രദ്ധരായ ഒരു നേരത്ത് എന്ന് പറഞ്ഞാൽ ഉച്ച നേരത്തോ അതല്ലെങ്കിൽ ഇരുട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷമോ രണ്ടാലൊരു സമയമാണ്. അത്രേ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളൂ. പട്ടണവാസികൾ ഗഫലത്തിലായ അശ്രദ്ധമായ ഒരു സമയത്ത് അദ്ദേഹം പട്ടണത്തിലേക്ക് കയറി ചെന്നു. അപ്പം എന്തിനാ ആ നേരത്തെ അദ്ദേഹം ചെല്ലുന്നത്? എന്തിനാ? അതൊന്നും ഖുർആനിലോ ഹദീസിലോ കാണുന്നില്ല. ഒരു പക്ഷേ കൊട്ടാരത്തിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് സാധാരണ എന്നും പട്ടണത്തിൽ അങ്ങനെ പോയി പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല, പോകാറുണ്ടാവില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും ഫിറഔനിൻ്റെ ദുർഭരണത്തിനോടും അതീവമായ വെറുപ്പുള്ള ഒരാളായിരിക്കാം. അവൻ്റെ വിശ്വാസത്തിനോടും അവൻ്റെ ഭരണ രീതികളോടും ഒരിക്കലും മൂസാ നബിക്ക് രാജിയാവാൻ പറ്റാത്ത, ഇഷ്ടമില്ലാത്ത അവസ്ഥയായിരിക്കാം. അപ്പോൾ അദ്ദേഹം തൻ്റെ അനുയായികളെയും തൻ്റെ വർഗത്തിൽപ്പെട്ട ഇസ്രായേൽ സമൂഹത്തെയും കാണാൻ വേണ്ടിയോ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയോ ഒക്കെ അദ്ദേഹം മറ്റാരും ഗഫറത്തു മിൻ അഹ്ലിയ എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ അഹ്ലുകാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോപ്റ്റിക്കുകളായിരിക്കുന്ന ഫിറൗൻ്റെ ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അവർ സാധാരണ ഗഫലത്തായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പട്ടണത്തിൽ ചെന്നു എന്നായിരിക്കാം. ഇതൊന്നും ആയിരിക്കാമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെയാണ് അനുമാനിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. എന്തിനാണ് അദ്ദേഹം ആ സമയത്ത് ഗഫലത്തായ നേരത്ത് പോയത്? ഒരുപക്ഷെ പ്രമുഖന്മാരായ ആളുകളൊക്കെ ചൂടിൻ്റെ ശക്തി കൊണ്ട് പുറത്തിറങ്ങി അകത്ത് കയറി ഇരുന്ന് വിശ്രമിക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികളായ തൻ്റെ വർഗം ബനു ഇസ്രായേൽക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ടാകും. ആ സമയത്ത് അവരുമായി ബന്ധപ്പെടാനോ മറ്റോ ആയിരിക്കാം. വദഖലൽ മദീനത്ത, അദ്ദേഹം ആ പട്ടണത്തിലേക്ക് കയറി ചെന്നു, പ്രവേശിച്ചു, അവിടെ കടന്നു ചെന്നു. അലാ ഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹ, പട്ടണവാസികൾ അശ്രദ്ധരായിരിക്കുന്ന സമയത്ത്. ഫവജദ ഫീഹ, അപ്പോൾ അവിടെ അദ്ദേഹം കണ്ടു. വജദ എന്ന് പറഞ്ഞാൽ റഅ എന്നുള്ള അർത്ഥത്തിലാണ്, കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തി റജുലൈനി, രണ്ട് ആളുകളെ, രണ്ട് റജുൽ പുരുഷന്മാരെ, രണ്ട് ചങ്ങാതിമാരെ അവിടെ കണ്ടെത്തി. യഖ്തത്തിലാനി, അവർ രണ്ടുപേരും കലഹിക്കുകയാണ്. അങ്ങനെ കലഹിക്കുന്ന രണ്ടാളെ അവിടെ കാണുന്നു. ഹാദാ മിൻ ഷിയഅത്തിഹി, അതിൽ ഹാദാ ഇവൻ മിൻ ഷിയഅത്തിഹി, അദ്ദേഹത്തിൻ്റെ ഷിയഅത്തിൽപ്പെട്ടതാണ്. ഷിയത്ത് എന്ന് പറഞ്ഞാൽ കക്ഷി, അദ്ദേഹത്തിൻ്റെ കക്ഷികളിൽപ്പെട്ട ആളാണ്. വഹാദ, എന്നാൽ മറ്റൊരുവൻ മിൻ അദുവി, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഇവൻ അവൻ്റെ കക്ഷിയാണ്. വഹാദ, മറ്റൊരുവൻ മിൻ അദുവിഹി, തൻ്റെ ശത്രുക്കളിലും പെട്ട ആളാണ്. അപ്പം മൂസാ നബിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കൊട്ടാരത്തിലാണ് വളരുന്നതെങ്കിലും കൃത്യമായിട്ടും തൻ്റെ കക്ഷികളായ ബനൂ ഇസ്രായേലരെന്നും, ഇസ്രായേൽ മക്കൾ തൻ്റെ കക്ഷികളാണ്, അവരെ ഇവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ജീവിക്കുകയാണ് എന്നുള്ള ആ ശത്രുതാ മനോഭാവം ഉണ്ട്. അവൻ ശത്രുവാണെന്നും ഇവൻ തൻ്റെ കക്ഷിയാണെന്നുമുള്ള വിചാരം മൂസാ നബിയുടെ മനസ്സിലുണ്ട്. ഞാൻ കൊട്ടാരത്തിലാണ് കൊട്ടാരത്തിലാണ് വളർച്ചയെങ്കിലും അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധം
തൻ്റെ ഷിയകളോടാണ്, തൻ്റെ കക്ഷികളോടാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വഹാദാ മിൻ ഷിയഅത്തിഹി, അവൻ അദ്ദേഹത്തിൻ്റെ കക്ഷികളിൽപ്പെട്ടയാളാണ്. വഹാദാ മിൻ അദുവിഹി, മറ്റൊരുവൻ അവൻ്റെ ശത്രുക്കളിലും പെട്ട ആൾ. അതായത് ഒന്ന് കിബത്തിയാണ്, മറ്റൊന്ന് ഇസ്രായേലിയാണ്. ചരിത്രത്തിൽ പറയുന്നത് ഫിറഔനിൻ്റെ കൊട്ടാരത്തിലെ തബ്ബാഖായിരുന്നു ഈ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട മറ്റൊന്ന്, രണ്ടാമത്തെ ആൾ. തബ്ബാഖ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന, പാകം ചെയ്യുന്ന ആൾ. അവന് വിറക് വെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു ബനു ഇസ്രായേൽക്കാരനെയാണ് തൊഴിലാളി. ആ തൊഴിലാളിയോട് അസമയത്ത് അത് തൻ്റെ അടുക്കളയിലേക്ക്, കൊട്ടാരത്തിൻ്റെ അടുക്കളയിലേക്ക് ചുമന്നു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടതായിരുന്നു. എന്നാൽ ആ സമയത്ത് ക്ഷീണിതനായിരിക്കുന്ന തൊഴിലാളിയായ ഇസ്രായേലിയന് അത് വിസമ്മതിച്ചപ്പോഴാണ് ഈ കലഹമുണ്ടാകുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റസൂലും പറഞ്ഞതല്ല, അല്ലാഹു അലം. ഇത് പറയുമ്പോൾ ആ ചരിത്രം കൂടി നമ്മൾ അറിയുന്നു എന്ന് മാത്രം. എന്തോ ആവട്ടെ, അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആദാമിൻ ഷിയഅത്തി, ഇവൻ അവൻ്റെ കക്ഷിയാണ്, അദ്ദേഹത്തിൻ്റെ കക്ഷിയാണ്. വാദാമിൻ അദുവിഹി, എന്നാൽ മറ്റവനാവട്ടെ അദ്ദേഹത്തിൻ്റെ ശത്രുവാണ്. യഖ്തത്തിലാനി, അവർ രണ്ടുപേരും പരസ്പരം കലഹിക്കുന്നു. ഇവിടെ കത്തല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടും കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടും ചിലപ്പോൾ ഉപദ്രവിക്കുന്നു, കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നു എന്നുണ്ടാകും. യഖ്തത്തിലാനി, രണ്ടുപേരും കലഹിക്കുന്നു. അപ്പോൾ ഫസ്തഗാസഹു, അദ്ദേഹത്തോട് ഇസ്തിഗാസ നടത്തി. അതിനാണ് ഇപ്പോൾ ഇസ്തിഗാസക്കുള്ള തെളിവാണ്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്ന ഒരു തെളിവാണിത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന കാരണം ഇസ്രായേലിയന് മൂസാ നബിയോട് ഇസ്തിഗാസ നടത്തി. അതുകൊണ്ട് നമുക്ക് മുഹമ്മദ് നബിയോടും മറ്റു നബിമാരോടും ഈ നബിമാരുടെ താഴെയുള്ള മഹാന്മാരോടൊക്കെ ഇസ്തിഗാസ നടത്താം. അപ്പോൾ ഇവർ പറയുന്ന ഇസ്തിഗാസ നടത്താമെന്ന് എന്താ പറയേണ്ടത്? അവർ മരിച്ചു പോയാലും അവരോട് നമുക്ക് സഹായം തേടാം. മൊയ്തീൻ ഷെയ്ഖിനോടൊക്കെ യാ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അഗിസ്നി, എന്നെ നിങ്ങൾ സഹായിക്കണമേ എന്ന് തേടാം എന്നാണ്. ഇവിടെ അതല്ല. മൂസാ നബി അലൈഹി സ്വലാം പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ തൻ്റെ ശത്രുക്കളിൽപ്പെട്ട ഒരു ചങ്ങാതിയും തൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചങ്ങാതിയും കൂടി കലഹിക്കുമ്പോൾ ഫസ്തഗാസഹു, ആ തൻ്റെ വർഗത്തിൽപ്പെട്ടവൻ മൂസാ നബിയോട് സഹായം തേടി. അതേതാ സഹായം? ഒന്നുകൊണ്ട് വരണം, ഇന്ന വലിയ ഈ ഫിറാഖിക്ക് ഭിത്തി ഇന്ന ഉപദ്രവിക്കുകയാണ് എന്നുള്ള സഹായമാണ്. അവൻ ജീവിച്ചിരിക്കുന്ന മൂസാ നബിയോട് ദുർബലനായ ആ അദ്ദേഹത്തിനോട് കൊട്ടാരത്തിൽ നിന്ന് വന്ന് തൻ്റെ ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ, അപ്പം അവർക്കൊക്കെ അറിയാമായിരിക്കാം കൊട്ടാരത്തിലെ മൂസ ഇസ്രായേലിയനാണ് എന്ന് അറിയാമായിരിക്കാം. സഹായം തേടി. ഫസ്തഗാസഹു, അദ്ദേഹത്തോട് സഹായം തേടി. അത് അല്ലദീ മിൻ ഷിയഅത്തിഹി, തൻ്റെ കക്ഷിയിൽപ്പെട്ട ആള് അദ്ദേഹത്തോട് സഹായം തേടി. അലല്ലദീ മിൻ അദുവിഹി, അവൻ്റെ ശത്രുവിൽപ്പെട്ട ആൾക്കെതിരിൽ. അപ്പം കിബിത്തിയായ ശത്രുവിനെതിരെ ഇവനെ ഉപദ്രവിക്കുകയാണ്, ഈ നട്ടുച്ച നേരത്തും ഈ വിറക് ചുമന്നു കൊണ്ടുപോകാൻ എന്നെ നിർബന്ധിക്കുകയാണ് എന്നൊക്കെ ഈ കിബിത്തിയായ ആളിനെതിരിൽ ഇസ്രായേലിയനായ ആൾ മൂസാ നബിയോട് സഹായം തേടി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ വരികൾക്കിടയിൽ നിന്ന് നമുക്കൊരുപാട് മനസ്സിലാകുന്നുണ്ട്. എന്താണ്? അവിടെയുണ്ടായിരുന്ന അങ്ങാടിയിൽ തൊഴിലെടുത്തിരുന്ന കിബിത്തികൾ ഈ കൊട്ടാരത്തിൽ വളരുന്ന മൂസ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വകാര്യമായിട്ട് പെട്ടിയിലിട്ട് പൂട്ടി അവസാനം ഫിറഔൻ്റെ കൊട്ടാരത്തിൽ ആസിയ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ വളർന്ന മൂസ ബനു ഇസ്രായേൽക്കാരനാണ് എന്ന് ഈ നാട്ടുകാരായ ബനു ഇസ്രായേൽക്കാരായ വർഗത്തിന് അറിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ അത്രയൊന്നും വിശദമായി ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും കൃത്യമായി അതുകൊണ്ടാണല്ലോ ഫസ്തഗാസഹുല്ലദീ മിൻ ഷിയഅത്തിഹി, തൻ്റെ കക്ഷിയിൽപ്പെട്ട ആൾ മൂസയോട് സഹായം തേടി. അലല്ലദീ മിൻ അദുവിഹി, അവൻ്റെ കക്ഷിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ കക്ഷിയിൽപ്പെട്ട ശത്രുവിനെതിരിൽ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഫവക്കസഹു മൂസാ നബി അലൈഹിസ്സലാം അവനെ ഒന്ന് ഇടിച്ചു. വക്കസ എന്ന് പറഞ്ഞാൽ
അംസക്ക ഖബല അസാബിഅ യദൈഹി സുമ്മ തഅനഹു എന്ന്. അതാണ് ഈ കൈവിരലുകൾ ഇങ്ങനെ ഒന്നിട്ട് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് ഇടിച്ചു എന്ന്. വക്കസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നല്ലൊരു ഇടി കൊടുത്തു എന്ന്. ഫ വക്കസഹു മൂസ, മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ ഇടിച്ചു. ആരെയാണ്? ആ ഖിബ്തിയായ മനുഷ്യനെ ഇടിച്ചു. ഇടിച്ചപ്പോൾ ഫഖല്ലാ അലൈഹി, അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. ഖല്ലാ എന്ന് പറഞ്ഞാൽ അലൈഹി എന്ന് പറഞ്ഞാൽ അവൻ, ഖല്ലാ അലൈഹി എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു വീണു എന്ന് അതിൻ്റെ അർത്ഥം. ഫഖല്ലാ അലൈഹിൽ മൗത്ത് എന്ന് പറയും, മരിച്ചു. കഥ കഴിഞ്ഞു അറിയാലോ അവൾ, കഥ കഴിഞ്ഞു, അത് കഴിഞ്ഞു. അവിടെ മൂസാ നബി നല്ല ശക്തനായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊട്ടാരത്തിൽ ജീവിക്കുന്ന, ചോറ് കൊട്ടാരത്തിലാണെങ്കിലും ഫിറഔൻ്റെ ദുർഭരണങ്ങളോട് അതിശക്തമായ വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു. അത് മൂസാ നബിക്കും ഇസ്രായേലിയർക്കും മാത്രമല്ല ഫിറഔനിൻ്റെ കൊട്ടാരത്തിലുള്ളവർക്കും അദ്ദേഹത്തിനോട് വിദ്വേഷമുണ്ടായിരുന്നു എന്ന് ഖുർആനിൽ നമുക്ക് കാണാം. അപ്പോൾ ആ ദുർഭരണത്തിൽ ഇസ്രായേലിയർ മാത്രമല്ല കൊട്ടാരത്തിനെ ശത്രുവായി കണ്ടത്, നേരെ മറിച്ച് കോപ്റ്റിക്കുകളായ ആളുകൾക്കും. അതാണ് മൂസാ നബിനോട് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഫിറഔനിൻ്റെ കക്ഷികളിൽപ്പെട്ട ഒരാളാണ്. വെറും കക്ഷി, സാധാരണക്കാരൻ ഒരു കോപ്റ്റിക് ഖിബ്തി വംശജനല്ല. നേരെ മറിച്ച് ഫിറഔനിൻ്റെ പ്രമാണിമാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഇവിടുന്ന് പൊയ്ക്കോ, അന്നപര ഉപദ്രവിക്കാൻ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഫിറഔനിൻ്റെ ദുർഭരണത്തിനോട് ഖിബ്തികളായ ആളുകൾക്കടക്കം വെറുപ്പുണ്ടായിരുന്നു. അപ്പം മൂസാ നബി ആ വെറുപ്പൊക്കെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഈ ദുർബലനായ ആളെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ഖിബ്തിയെ ഒന്ന് ഇടിച്ചത്. ഇടിച്ചപ്പോൾ ഫഖല്ലാ അലൈഹി, അതാ വക്കസഹു എന്ന് പറഞ്ഞാൽ അവനെ ഇടിച്ചു തന്നെയാണ് ഇതിനർത്ഥം. ഒരു ഇടിയടിച്ചു. അതിപ്പോൾ വേറെ സൂറത്തിലുണ്ടല്ലോ, വേറെ സൂറത്തിലുണ്ട് ഒരൊറ്റ കുത്തുകുത്തിയത്. അതാ ഒരു കുത്തിയപ്പോൾ ഫഖല്ലാ അലൈഹി, അവന് മരിച്ചുപോയി. കാരണം മൂസാ നബി നല്ല ചെറുപ്പിനെ കൊട്ടാരത്തിലല്ലേ, അത്യാവശ്യമൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടി, തടിമുടുക്കുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഫഖല്ലാ അലൈഹി, അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. കാല, അപ്പം മൂസാ നബിക്ക് ബോധ്യം വന്നു. എന്താണ്? ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞുപോയി എന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിക്കാൻ വേണ്ടി ഇടിച്ചതല്ല, അതായത് അദ്ദേഹം ഇടിച്ച് കൊന്നതാണെങ്കിൽ അത് പറയില്ലോ. കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് കണ്ടാണ് ഇടിച്ചതെങ്കിൽ അദ്ദേഹം കള്ളാലി, അദ്ദേഹം മരിച്ചാൽ ഇത് ശൈത്താൻ്റെ പണിയാണ് എന്ന് പറയില്ല. എൻ്റെ ഇടി കൊണ്ടു തന്നെയാണ് പറയുക, എൻ്റെ ഇടി ഫലവത്തായി എന്ന്. അതല്ല, അദ്ദേഹം ഒരുപക്ഷെ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവനെ ഇടിച്ചതായിരിക്കാം. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ഫഖല്ലാ അലൈഹി, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ഇന്നഹു, തീർച്ചയായും അവൻ, അദുവ്വുൻ, അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു, അവൻ ശത്രുവാണ്. മുളില്ലുൻ, ലലാലത്തിലാക്കുന്നവൻ, വഴിവേപ്പിക്കുന്നവനാണ്. മുബീൻ, വ്യക്തമായി വഴിവേപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു പോയി. കാരണം ശരിക്കാണ്ട് ബോധ്യപ്പെട്ടു ചെയ്തത് തെറ്റായിപ്പോയി. അവർ വിശ്വാസിക്കുണ്ടാവേണ്ട കാര്യമാണ്. ഖാല, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. റബ്ബി, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ ശരീരത്തിനോട് ളുൽമ് പ്രവർത്തിച്ചു. ഞാൻ എന്നോട് ളുൽമ് പ്രവർത്തിച്ചു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾക്കാണല്ലോ അതിൻ്റെ കുറ്റം കിട്ടുക. ആ നിലക്ക് ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ ശരീരത്തിനോട് അതിക്രമം പ്രവർത്തിച്ചു. ഫഗ്ഫിർലി, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫഗഫറ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയും ചെയ്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അറിയാം, കൊല്ലാൻ ഉദ്ദേശിച്ചതല്ല. നേരെ മറിച്ച് ശത്രുവിനെ തടുക്കാൻ, ശത്രുവിൽ നിന്ന് തൻ്റെ കക്ഷിയെ തടുക്കാൻ, അക്രമിയെ ഒതുക്കാൻ ഉദ്ദേശിച്ചതാണ്. അക്രമിയെ
തള്ളി മാറ്റാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ മരിച്ചുപോയി. അതെന്താ ചെയ്യുക? അപ്പോൾ അത് തെറ്റായിപ്പോയത് കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹ് പുറത്തു കൊടുത്തു. അപ്പോൾ അള്ളാഹ്ക്കും ആ തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. മുസാ നബി കരുതി കൂട്ടിച്ചെഴുതല്ല, അള്ളാഹു ആണല്ലോ എല്ലാം അറിയുന്നവൻ. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. കാല റബ്ബി ഇന്നി ലലംതു നഫ്സി, എൻ്റെ രക്ഷിതാവേ, ഞാൻ എൻ്റെ നഫ്സിനോട് ഞാൻ അതിക്രമം പ്രവർത്തിച്ചു. ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. ഫഗ്ഫറ ലഹു, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പം നമ്മളടുത്തുനിന്ന് അബദ്ധവശാൽ ഒരു തെറ്റ് വന്നു പോയാൽ നമ്മൾ എന്തു ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തണം. പിന്നെ ഇതുപോലെയുള്ള തെറ്റുകളാണ് വന്നതെങ്കിൽ ശരിയത്ത് അതിന് നിശ്ചയിച്ച ശിക്ഷകളുണ്ട്. ആ ഹദ്, അതിൻ്റെ പ്രായശ്ചിത്തങ്ങൾ, അതും നമ്മൾ നിർവഹിക്കണം. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. സത്യവിശ്വാസികൾ അവർ ഒരു തെറ്റ് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിക്കുകയും ചെയ്താൽ അപ്പോൾ അള്ളാഹുവിനെ അവർ ഓർക്കും, അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യും. ആരാണ്? അള്ളാഹു അല്ലാതെ പാപം പുറത്തു തരാൻ. എന്നാൽ തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. വലം യുസിറു അലാ മാ ഫഅലു, അവർ ചെയ്യുന്ന തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. ഇത് വിശ്വാസികളുടെ ഗുണമായിട്ട്, വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ നമ്മിൽ നിന്ന് തെറ്റ് വന്നേക്കാം, പാടില്ലാത്തത് വന്നേക്കാം. മൂസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് പോലും അത് വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടത്. അത് ഓർമ്മിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുകയാണ് തെറ്റിൽ നിന്ന് വേണ്ടത്. ആ ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള കൽപ്പനയാണ് 100 വട്ടമൊക്കെ ഒരു ദിവസം. യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറു റബ്ബക്കും വതൂബു ഇലൈഹി ഫഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ. ആളുകളെ എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാനൊരു ദിവസം 100 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട് എന്ന് നബി പറഞ്ഞത്. ജീവിതത്തിൽ അറിയാതെ വരുന്ന തെറ്റുകളുണ്ടെങ്കിൽ അതടക്കം ഇസ്തിഗ്ഫാർ ചെയ്തിങ്ങനെ ഡിലീറ്റ് ചെയ്ത് മായ്ച്ച് കൊണ്ടുവരണം എന്നതാണ് മൂസാ നബിയുടെ ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം. അപ്പം അള്ളാഹു പുറത്തു കൊടുത്തു. കാല, എന്നിട്ട് അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു, ഞാൻ ഈ മേലിൽ ചെയ്യൂല പഠിച്ചോനെ. അതും കൂടിയാണ്. അതാണ് ഒരു പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ, തൽക്കാലം ആ പണി അണ്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യലല്ല, ഇനി അതിലേക്ക് തിരിച്ചു വരികയില്ല എന്നുകൂടി അവൻ തീരുമാനിക്കണം. മൂസാ നബി അലൈഹിസ്സലാം കാല റബ്ബി ബിമാ അൻഅംത അലയ്യ, എൻ്റെ രക്ഷിതാവേ, ബിമാ അൻഅംത, അത് നമ്മൾ ഫാത്തിഹയിൽ പഠിച്ച വാക്കാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചു. ബിമാ അൻഅംത അലയ്യ, എൻ്റെ മേൽ നീ അനുഗ്രഹം ചെയ്തത് കാരണത്താൽ, ഫലൻ അക്കൂന, ഒരിക്കലും ഞാൻ ആയിത്തീരുകയില്ല, ലഹീറൻ ലിൽ മുജ്രിമീൻ, അക്രമികളായ ആളുകളുടെ സഹായിയായി തീരുകയില്ല. അക്രമികളെ സഹായിക്കുന്നവൻ ഞാൻ ഒരിക്കലും ആവൂല. നീ എനിക്കൊരുപാട് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ പാപ്പൻ നീ പുറത്തു തന്നു, മറ്റു നിഅമത്തുകളാവുന്ന തടിമെടുക്കും ശക്തിയൊക്കെ തന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റിന് കൂട്ടു നിൽക്കുകയില്ല. അക്രമികളുടെ, മുജ്രിമീൻ എന്ന് പറഞ്ഞാൽ മുജ്രിമീങ്ങൾ അക്രമികൾ. ലഹീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിന, ലഹിർ എന്ന് പറഞ്ഞാൽ പുറം എന്ന, ലഹീർ എന്ന് പറഞ്ഞാൽ പുറം വെച്ച് കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവൻ എന്നാ. അതായത് ചുമടൊക്കെ പുറത്താണല്ലോ ഏറ്റല്, തലയിലും ഏറ്റു. ജൻ്റെ തലൊന്ന് വെക്ക്, ജൻ്റെ തലൊന്ന് വെച്ച് തരണം എനിക്ക് എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് അതിൻ്റെ അർത്ഥം. അതുപോലെ ജൻ്റെ പുറം വെച്ച് തരണം എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കണം എന്നാ. അതാണ് ലാഹറ, പരസ്പരം സഹായിച്ചു. ലഹീറൻ ലൻ അക്കൂന ലഹീറൻ, ഞാൻ ഒരിക്കലും സഹായിയാകുകയില്ല ലിൽ മുജ്രിമീൻ, അക്രമികൾക്ക്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമ ഇവിടെ പശ്ചാത്തപിച്ചു. അക്രമിയായ ആളിനെ, കാരണം ആ ചങ്ങാതി ബനു ഇസ്രായേൽക്കാരൻ അങ്ങനെ ഒരു കച്ചറക്കാരനാണ് എന്നുള്ളത് പിന്നീട് വരുന്നുണ്ട്. കച്ചറക്കാരനാണ്. അപ്പോൾ അവനെ സഹായിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ മറ്റൊരാളെ മരിക്കാൻ കാരണമായത്. അതുകൊണ്ട് റബ്ബി ബിമാ അൻഅംത അലയ്യ, എൻ്റെ റബ്ബെ
നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കാരണത്താൽ, ആ അനുഗ്രഹം എന്ന് പറയുന്നത് മൂസാ നബിക്ക് കൊടുത്ത പിന്നെ ഇത് ശക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത ആ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, നിയമത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അത് കാരണത്താൽ ഫലൻ അക്കൂന ലഹീറല്ലിൽ മുജ്രിമീൻ, ഞാനൊരിക്കലും അക്രമികളുടെ സഹായിയാവുകയില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. അങ്ങനെ അള്ളാഹു തആല പാപം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അപ്പോൾ ഒരു ബനു ഇസ്രായേൽക്കാരന് മറ്റവനും തല്ലുണ്ടാക്കിയപ്പോൾ മറ്റേ ആളെ കൊന്നു. ഇത് ഒരു പക്ഷേ മറ്റാരും അറിഞ്ഞിരിക്കണമെന്നില്ല മൂസാ നബിയോടുന്ന്. അപ്പോൾ ആരും അറിയാത്ത സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. അത് മൂസാ നബിയാണ് കൊന്നത് എന്ന് ആരും അറിയുന്നില്ല. അവിടുന്ന് അങ്ങനെ പിന്നെ അപ്പോൾ മയ്യത്ത് ആരാ കൊണ്ടുപോയത്, ഇന്നാരെടുത്തത്, അതാരാ മറവ് ചെയ്യരുത്, അവരൊന്നും ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ അള്ള പറഞ്ഞു തന്നിട്ടില്ല. എന്തായിരുന്നാലും ഓരോ എന്തേലും ഒന്ന് കാട്ടിയിട്ടുണ്ടാവും. ഒരു കൊലപാതകം നടന്നു അങ്ങാടികളിൽ. ഇതിൻ്റെ പ്രതികൾ ആരാണ് എന്നും ഒരു ഇസ്രായേലിനെ പറ്റിയൊന്നും അവർക്ക് ഫിർഔന് അത്രയൊന്നും പിടികിട്ടിയിട്ടില്ല എന്നാണ് അടുത്ത ആയത്തിൽ മനസ്സിലാകുന്നത്. നമുക്ക് നോക്കാം. فأصبح في المدينة خائفا يترقب. فأصبح, അങ്ങനെ അദ്ദേഹം ആയിത്തീർന്നു, ഫിൽ മദീനത്തി, ആ പട്ടണത്തിൽ, ഖായിഫൻ, ഭയപ്പെടുന്നവനായിത്തീർന്നു. മൂപ്പർക്കൊരു പേടി. കാരണം ഭരണവർഗത്തിൽപ്പെട്ട ഫിർഔന്റെ വർഗത്തിൽപ്പെട്ട ഒരാളാണല്ലോ കൊന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഖായിഫായി, യതറഖബു, അദ്ദേഹം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ പിന്നെ ജാഗ്രത പുലർത്തിക്കൊണ്ടിരുന്നു. അതാണ് തറക്കബ. റിഖാബത്ത് എന്ന് പറയണമെങ്കിൽ കൃത്യമായ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. കാരണം മറ്റുള്ള അറിഞ്ഞാൽ വല്ലതും ചെയ്യോ എന്നൊക്കെയുള്ള ആ ഒരു ഫിറഔന്റെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവോ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഭയത്തോടുകൂടിയാണ് മൂസാ നബി അലൈഹിസ്സലാം ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. അസ്ബഹ ഫിൽ മദീനത്തി ഖായിഫൻ. അസ്ബഹ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആയിരിക്കും. പട്ടണത്തിൽ അദ്ദേഹം പുലർച്ചെ ചെന്നപ്പോൾ, സബാഹിൽ ചെന്നപ്പോൾ, ഖായിഫൻ, ഭയപ്പെട്ടുകൊണ്ട്, യതറഖബു, വളരെ നിരീക്ഷണത്തോടുകൂടി അദ്ദേഹം ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ, ഫഇദാ, അപ്പോളതാ, അല്ലദി ഇസ്തൻസറഹു ബിൽ അംസി, ഇന്നലെ അദ്ദേഹത്തോട് സഹായം ചോദിച്ചിരുന്ന ആളുകൾ, യസ്തസ്രിഖുഹു, മൂസാ നബിയെ വിളിച്ച് കരയുന്നു, വിളിച്ചട്ടഹസിക്കുന്നു. അപ്പോൾ പിറ്റേന്നും മൂസാ നബി അലൈഹിസ്സലാം പട്ടണത്തിൽ ചെന്നു എന്നാണ്. അതിൻ്റെ അടിയും കൊലപാതകവും നടന്നതിൻ്റെ പിറ്റേന്നും മൂപ്പര് ചെന്നിട്ടുണ്ടാവും. പേടിച്ച് ധാരയിലോ അറിഞ്ഞിട്ടുണ്ടാവോ, എന്തൊക്കെ ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി ചെന്നതായിരിക്കും. മയ്യത്തോടുന്ന് കൊണ്ടേക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കുമല്ലോ ചെന്നത്, സ്വാഭാവികമാണ്. അങ്ങനെ അസ്ബഹ ഫിൽ മദീനത്തി, ആ പട്ടണത്തിൽ അദ്ദേഹം രാവിലെ ചെന്നു, ഖായിഫൻ, ഭയപ്പെട്ടുകൊണ്ട്, യതറഖബു, അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട്, എന്തെങ്കിലും ആരെയും അറിഞ്ഞോ ഇല്ലേ എന്നൊക്കെയുള്ള റിഖാബത്ത്, നിരീക്ഷണം നടത്തിക്കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് എന്താ? ഫഇദല്ലദി ഇസ്തൻസറഹു ബിൽ അംസി, ഇന്നലെ അദ്ദേഹത്തോട് സഹായം തേടിയ ആ ഇസ്രായേലിയൻ, യസ്തസ്രിഖുഹു, അദ്ദേഹത്തെ വിളിച്ച് അട്ടഹസിക്കുന്നു. ഇസ്തസ്റഖ എന്ന് പറഞ്ഞാൽ വിളിച്ചട്ടഹസിച്ചു. എന്താണ്? യസ്തസ്രിഖു ഖാലഹു മൂസ. അപ്പോൾ അദ്ദേഹത്തിനോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക ലഗവിയ്യും മുബീൻ, ഇസ്രായേലിയനായ ഇന്നലെ കച്ചറുണ്ടാക്കിയ ഓനോട് തന്നെയാണ്. ഇന്നക ലഗവിയ്യും മുബീൻ, തീർച്ചയായും നീ ഒരു മഹാ തോന്നിവാസി, വ്യക്തമായ തോന്നിവാസിയാണ്. ഗവിയ്യ് എന്ന് പറഞ്ഞാൽ ഗവായത്ത്, തോന്നിവാസം. അപ്പോൾ നീ നല്ല തോന്നിവാസി തന്നെ, വ്യക്തമായ തോന്നിവാസി തന്നെയാണ്. കാരണം ഇന്നലെ തന്നെ അവന് വേണ്ടി മറ്റവനെ പിടിച്ച് ഉന്തിയപ്പോഴാണ് ഇടി കൊണ്ടതും മറ്റോ മരിച്ചതൊക്കെ. പിറ്റേന്ന് രാവിലെ അസ്ബഹ ഫിൽ മദീനത്തി, പിറ്റേന്ന് രാവിലെ മദീനത്തിൽ ചെന്ന് നോക്കും, ആ പട്ടണത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഓനെന്നെയാണ് ഫഇദല്ലദി ഇസ്തൻസറഹു ബിൽ അംസി, ഇന്നലെ മൂസാ നബിയുടെ സഹായം തേടിയ, നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്ന്, ഇസ്തൻസറ എന്ന് പറഞ്ഞാൽ സഹായം തേടിയെന്ന്. ഇന്നലെ സഹായം തേടിയ, ഇസ്തഗാസ എന്ന അർത്ഥം തന്നെയാണ് ഇസ്തൻസറ, സഹായം തേടിയ ആള്, യസ്തസ്രിഖു,
മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ച് അട്ടഹസിക്കുന്നു. സറഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു. അപ്പം മണ്ടിരോ മൂസ മണ്ടിവോ എന്ന് പറഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ അട്ടഹസിക്കുന്നു. അപ്പം മൂസാ നബിക്ക് മനസ്സിലായി, ഇന്നക ലഗവിയ്യും മുബീൻ, ഈജ ഒരു മഹാപുള്ളിയനാണ്, വ്യക്തമായ ഒരു അതിക്രമി തന്നെയാണ് ഇജ്. ഇന്നലെയും ഇജിന്നെ വിളിച്ചു, ഞാനങ്ങനെ ചെയ്തു. അങ്ങനെ മൂസാ നബി അവനോട് പറഞ്ഞു, ഇന്നക ലഗവിയ്യും മുബീൻ. ഫലമ്മാ അൻ അറാദ, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചപ്പോൾ, അൻ യബ്തിശ ബില്ലദീ ഹുവ അദുവ്വുൽ ലഹുമാ, അവർ രണ്ടുപേരുടെയും അക്രമിയായ, രണ്ടുപേരുടെയും ശത്രുവായ അവനെ തള്ളി നീക്കാം. ബത്തശ എന്ന് പറഞ്ഞാൽ ശക്തി, അവനെതിരിൽ ശക്തി പ്രയോഗിക്കാൻ വിചാരിച്ചപ്പോൾ. ഏതായിരുന്നാലും ബനി ഇസ്രായേൽക്കാർ വലിയൊരു പണ്ടാരടക്കിയ അക്രമി തന്നെയാണ് എന്നൊക്കെ ബനി ഇസ്രായേൽക്കാരനെ ചീത്ത പറഞ്ഞിട്ടും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പിന്നെയും വിചാരം എന്താ, ഇസ്രായേലിനെ രക്ഷിക്കണം. അപ്പോൾ രണ്ടുപേരുടെയും ശത്രുവായ ആ ഖിബ്തിയിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാം ഇവനെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഫലമ്മ അറാദ, മൂസാ നബി ഉദ്ദേശിച്ചപ്പോൾ, അൻ യബ്തിശ, അവൻ യബ്തിശ എന്ന് പറഞ്ഞാൽ ശക്തി പ്രയോഗിക്കും. ബത്ഷ് എന്ന് പറഞ്ഞാൽ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിന്റെ രക്ഷിതാവിൻ്റെ ആ ശക്തി വളരെ കഠിനമാണ് എന്നാണ്. ബത്ഷ് എന്നുള്ള അതാണ് ശക്തി പ്രയോഗിക്കാൻ. യബ്തിശ ബില്ലദീ ഹുവ അദുവ്വുൽ ലഹുമാ, രണ്ടുപേരുടെയും ശത്രുവായ ആളുടെ നേരെ ശക്തി പ്രയോഗിക്കാൻ വേണ്ടി മൂസാ നബി ഉദ്ദേശിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ, ആ തന്നെ വിളിച്ച ബനി ഇസ്രായേൽക്കാരനായ നീ അതിക്രമിയാണ്, ഗവിയാണ് എന്ന് പറഞ്ഞ് അവൻ്റെയും ശത്രുവാണ്, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ശത്രുവായ ആ ഖിബ്തിയെ, കോപ്റ്റിക് വർഗക്കാരനെ ശക്തി പ്രയോഗിച്ച് തള്ളി മാറ്റാൻ ഉദ്ദേശിച്ചപ്പോൾ കാല, ഈ ഇസ്രായേലിയരും പറഞ്ഞു, ഓ വിചാരിച്ചു ഇജ് വലിയ ഗവിയും മുബീനാണ്, ഇജ് മഹാ തോന്നിയാസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മൂസാ നബിയോട് ചെല്ലുന്നത്. എന്നിട്ട് തള്ളി മാറ്റാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായി രണ്ടാളും കൂടിയും പരസ്പരം കലഹിക്കല്ലേ. തള്ളി മാറ്റാൻ ചെയ്യുന്നപ്പോൾ ഇസ്രായേലിന് തോന്നി ഇന്ന ചീത്ത പറഞ്ഞു കണ്ടാണല്ലോ വരുന്നത്, അപ്പം എൻ്റെ നേരെയാണ് മൂസാ നബി വരുന്നത്. ഇന്നലെ മറ്റോനെ ഇടിച്ചു കൊന്നു, ഇന്നത്തെ ഇടി എനിക്കാണ് എന്ന് ഓന് തോന്നി. അതാണ് ആ യബ്തിശ ബില്ലദീ ഹുവ അദുവ്വുൽ ലഹുമാ ഖാല. അപ്പോൾ ആ ഇസ്രായേലിയൻ പറഞ്ഞു, യാ മൂസേ, യഥാർത്ഥത്തിൽ മൂസാ നബി ചെല്ലുന്നത് ഇസ്രായേലിനെ രക്ഷിക്കാനും മറ്റോനെ തള്ളി മാറ്റാണ്, മറ്റോൻ്റെ നേരെ ശക്തി പ്രയോഗിക്കാനാണ്. പക്ഷേ ഇസ്രായേലിനെ മൂസാ നബി ചീത്ത പറഞ്ഞപ്പോൾ ഓന് തോന്നി ഓനെ വേണ്ടി ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ ആ ഇസ്രായേലിയൻ പറഞ്ഞു, അതുരീദു യാ മൂസേ, അതുരീദു അൻ തഖ്തുലനി, നീ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? കമാ ഖതൽത, നീ കൊന്നതുപോലെ നഫ്സൻ, ഒരു ശരീരത്തെ, ബിലംസി, ഇന്നലെ ഒരാളെ കൊന്ന മാതിരി ഇന്നിപ്പം എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഇസ്രായേലിയനാണ് ഈ കുറ്റകൃത്യം വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം രണ്ടാം ദിവസം ചെല്ലുമ്പോൾ വേറൊരു ഖിബ്തിയും ഇസ്രായേലിയനും തമ്മിൽ ബാളുണ്ടാക്കുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ആ ഒരു വികാരം, ഒരു ഇസ്രായേലിയൻ എൻ്റെ കക്ഷി മർദ്ദിതനോടുള്ള ഒരു ബന്ധമുണ്ടല്ലോ മൂസാ നബിക്ക്. അപ്പോൾ ഇന്നലെ കച്ചറുണ്ടാക്കിയ ആ ഖിബ്തിയായ ആളെ തട്ടിമാറ്റാൻ ആണ്ട് ചെല്ലുകയാണ് അവർ. ചെന്നപ്പോൾ ഈ ഖിബ്തിയാണ് പറയുന്നത്, ഇന്നലെ ഒരാളെ കൊന്ന മാതിരി ഇന്ന് കൊല്ലുകയാണോ എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അത് കൃത്യമായിട്ട് രണ്ടിനും വെക്കുന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പം ഖിബ്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നലെ ഒരു ആൾ മരിച്ചു എന്നും, അവിടെ ചിലപ്പോൾ ഈ ചങ്ങാതി, ഈ ബനു ഇസ്രായേൽക്കാരൻ ഇന്നലെ കലഹിച്ച ആളാണ് ആ മരിച്ചത്, അപ്പോൾ കൊന്നത് മൂസയാണ്, അതുപോലെ ഇന്നും കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഖിബ്തി ചോദിച്ചു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ കൂടുതലും ജുംഹൂർ, ഇപ്പോൾ ഇമാം സഅദി റഹിമഹുള്ളയൊക്കെ ആ ഖിബ്തിയാണ് പറയുന്നത് എന്ന എന്നാൽ മറ്റു മുഫസ്സിറുകളൊക്കെ പറയുന്നത് ഇസ്രായേലിയൻ്റെ മറ്റോനെ
ഖിബ്തിയെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി മൂസാ നബി ചെന്നതിൻ്റെ മുമ്പ് ഈ ഇസ്രായേലിനോട് മൂസാ നബി ഒരു ചീത്ത വിളിക്കുന്നുണ്ട്. ഇന്നക്ക ലഗവിയ്യും മുബീൻ, നീ ഒരു മഹാ തോന്നിവാസി തന്നെയാണോ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓന് തോന്നി എന്താ എൻ്റെ നേരെയാണ് ഇന്നത്തെ ഇടി എനിക്കാണ് എന്ന് തോന്നിയപ്പോൾ അവൻ ഇന്നലെ ഒരാളെ കൊന്ന മാതിരിയാണ്. ആ ശിക്ഷ ആരെ അറിഞ്ഞിട്ടുള്ളൂ? ഇന്നലത്തത് മൂസാ നബിയും ഈ ഇസ്രായേലിനെ അറിഞ്ഞിട്ടുള്ളൂ. കൊന്നത് മൂസയാണ്. അതെ, അല്ല അത് പിന്നീട് ഇപ്പം എന്തായെന്ന് വെച്ചാൽ ബനോ ഇസ്രായേലിന് തുരീദു അൻ തഖ്തുലനി, നീ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? കമാ ഖതൽത നഫ്സം ബിൽ അംസി, ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ എന്ന് പറഞ്ഞതോടുകൂടി നാട്ടിലാകെ മൂസാ നബി അലൈഹിസ്സലാമാണ് ഇന്നലത്തെ കൊലപാതകി എന്ന് വ്യക്തമായി. അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഇത് ആര് പറഞ്ഞു എന്നതിൽ ഖുർആനിൻ്റെ ഈ വചനത്തെ രണ്ട് രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങനൊരു സംഭവം നടന്നു. തുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സം ബിൽ അംസി, ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുന്നു. ഇൻ തുരീദു, നീ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാ അൻ തകൂന ജബ്ബാറൻ ഫിൽ അർളി, നീ ഭൂമിയിൽ ഒരു ധിക്കാരിയാവാനല്ലാതെ മറ്റൊന്നിനും ഉദ്ദേശിക്കുന്നില്ല. ജബ്ബാർ എന്ന് പറഞ്ഞാൽ മഹാധിക്കാരി. ധിക്കാരി എന്ന് പറഞ്ഞാൽ ഒരു ശക്തി പ്രയോഗിക്കുന്നവൻ, അവനാണ് ധിക്കാർ. അപ്പോൾ അള്ളാഹു ജബ്ബാറാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ ശക്തികളെക്കാളും അധികാരവും ശക്തിയും പ്രയോഗിക്കുന്നവനാണ്. അപ്പോൾ നീ ഒരു വലിയ അധികാരിയായിട്ട് അധികാരിയായിരിക്കാനാണല്ലോ നീ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ നീ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒമാ തുരീദു, നീ ഉദ്ദേശിക്കുന്നില്ല. അൻ തകൂന മിനൽ മുസ്ലിഹീൻ, നീ ഇസ്ലാഹുണ്ടാക്കുന്ന ജനങ്ങൾക്കിടയിൽ രമ്യതയുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനല്ല നീ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കെതിരിൽ ഒരു ജബ്ബാറായിട്ട് ശക്തി പ്രയോഗിക്കുന്ന അധികാരിയായിട്ട് വരാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ഇവൻ പറഞ്ഞു. ഒന്നുകിലാ പറഞ്ഞത് ഇസ്രായേലിയനാവാം, അതല്ലെങ്കിലോ മൂസാ നബിയാണ് കൊന്നത് എന്ന് ആ ഖിബ്തികൾക്ക് സൂചന കിട്ടിയിട്ട് ആ ഖിബ്തി പറഞ്ഞതാവാം, രണ്ടുമാവാം. പക്ഷേ കൂടുതൽ സാധ്യത എന്താണ്? ഈ ഇസ്രായേലിൻ്റെ നാവിൽ നിന്ന് തന്നെ ഇന്നലെ കൊന്നത് മൂസാ നബിയാണ് എന്ന് നാവിൽ നിന്ന് പ്രചരിച്ചതാവാനാണ് കൂടുതലും സാധ്യത എന്ന് മുഫസ്സിറുകൾ പറയുന്നു. അല്ലാഹു അഅലം. അപ്പോൾ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിൻ്റെ അഖ്സ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം, പട്ടണത്തിൻ്റെ അറ്റത്തുള്ള അങ്ങേ അറ്റത്ത് താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ പരിസരത്തൊന്നുമല്ലാതെ എവിടെയെങ്കിലും താഴ്വരയിലൊക്കെ താമസിക്കുന്ന അങ്ങേ അറ്റത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഓടി വന്നു. അപ്പോൾ മൂസാ നബിൻ്റെ അടുത്തേക്ക് എന്തോ ഒരു വിവരം പറയാൻ വേണ്ടി ഓടി വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ മൂസ ഇന്നൽ മലഅ, കൊട്ടാരത്തിലെ പ്രമുഖന്മാർ യഅ്തമിറൂന ബിക, നിന്നെ കൊണ്ടൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇത്തമറ എന്ന് പറഞ്ഞാൽ രഹസ്യ ആലോചന നടത്തി. ബിക, നിന്നെപ്പറ്റി ഒരു രഹസ്യാലോചന ഗൂഢാലോചന നടത്തുന്നുണ്ട്. ലിയഖ്തുലൂക, അവർക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി ഒരാലോചന കൊട്ടാരക്കാർ നടത്തുന്നുണ്ട്. ഫഖ്റുജ്, അതുകൊണ്ട് നീ ഇവിടുന്ന് പുറപ്പെടണം, ഇപ്പം തന്നെ പുറപ്പെട്ടു കൊള്ളണം. ഇന്നീലക മിനൻ നാസിഹീൻ, ഞാൻ എന്നോട് നസീഹത്തുള്ളവനാണ്, ഗുണകാംക്ഷയുള്ളവനാണ്. അപ്പം ഈ ആള് ആരായിരുന്നു? ഈ ആള് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ മറ്റു ആയത്തിൽ കാണാം, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. സൂറത്തു ഗാഫിറിലെ എത്രാമത്തെ ആയത്താ? 28ാമത്തെ ആയത്താണ് ഗാഫിറിൽ. എന്താണ്? വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന, ഫിർഔൻ കുടുംബത്തിൽപ്പെട്ട ഒരു വിശ്വാസിയായ ഒരാൾ പറഞ്ഞു, യക്തുമു ഈമാനഹു, അവൻ്റെ ഈമാൻ അദ്ദേഹം മറച്ചു വെക്കുന്നുണ്ട്.
അതഖ്തുലൂന റജുലൻ, നിങ്ങളൊരാളെ കൊല്ലുകയാണോ, അയ്യഖൂല റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലുകയാണോ, വഖദ് ജാഅക്കും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള തെളിവ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫിർഔനിൻ്റെ കൊട്ടാരവാസികളിൽപ്പെട്ട ആളുകളിലും ഈമാനുള്ള നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനാണ് ഓടി വന്നിട്ട് ഇന്നൽ മല പ്രമാണിമാർ യഅ്തമിറൂന ബിക, നിന്റെ കാര്യത്തിൽ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്, ലിയഖ്തുലൂക, നിന്നെ കൊല്ലാൻ വേണ്ടി, ഫഖ്റുജ്, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോ, പുറപ്പെട്ടോ, ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ എന്നോട് നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ, ഞാൻ എനിക്ക് നല്ലതിന് വേണ്ടി പറയുകയാണ്, ഗുണകാംക്ഷയ്ക്ക് വേണ്ടി ഉപദേശിച്ചു തരികയാണ്. ഫഖറജ മിൻഹ, അപ്പം മൂസാ നബി അവിടെ നിന്ന് പുറപ്പെട്ടു, ഖായിഫൻ, ഭയപ്പെട്ടുകൊണ്ട് പുറപ്പെട്ടു, യതറഖബു, അദ്ദേഹം സൂക്ഷ്മത നിരീക്ഷണം നടത്തുന്നു. അപ്പോൾ ആ പോയ പോക്കൊരു പക്ഷേ വരുന്നുണ്ടോ, ആരെയും വരുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള ആ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം പുറപ്പെടുന്നത്. യതറഖബു, ഖായിഫൻ യതറഖബു, അതായത് തന്നെ കൊല്ലുമോ എന്നൊക്കെ നിരീക്ഷണം നടത്തിക്കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. അതാണ് ഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, നജ്ജിനി, എന്നെ നീ രക്ഷിക്കണമേ, മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഈ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു എവിടേക്കാണ് പോകാനൊന്നും അറിയില്ല. അദ്ദേഹം അവിടുന്ന് നാട് വിട്ടു, ഈജിപ്തിൽ നിന്ന് നാട് വിട്ടു. എന്നിട്ടാണ് ചുറ്റി വളഞ്ഞ് ഇന്നത്തെ സൂയൽ കനാലുള്ള ഭാഗത്തു കൂടി, ജെറൂസലം ഒക്കെ നിൽക്കുന്ന ഭാഗത്തു കൂടി ഇങ്ങനെ വന്നിട്ട് മദിയൻ പ്രദേശത്തെത്തിയത്. മദിയൻ എന്ന് പറഞ്ഞാൽ അവിടെ അത് സൗദി അറേബ്യയുടെ വടക്ക് ഭാഗത്തുള്ള തബൂക്ക് ആ പ്രദേശത്തിൻ്റെ ഭാഗമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ എത്രയോ വഴി ദൂരെ നടക്കണം. അങ്ങനെ അവിടെ എത്തി എന്നാണ് പിന്നീട് അവിടെ വെച്ചുണ്ടായ ചില സംഭവങ്ങളും. 10 കൊല്ലം പിന്നെ മദിയനിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ശുഐബ് നബി അലൈഹി സ്വലാമിനെയാണ് അദ്ദേഹം കണ്ടുമുട്ടിയത് എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിൽ നമുക്ക് പറയാം.